ഈ പെട്ടി പാക്ക് ചെയ്യുന്നത് കണ്ടില്ലേ? എന്ത് തോന്നുന്നു? യെസ്, ഞങ്ങളൊരു ട്രിപ്പിന് പോവാണ്. എല്ലാരും ഇല്ല, ഞാനും അഗിയും അപർണയും മാത്രമാണ് പോകുന്നത്. ലുട്ടൂനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്, കാരണം ലുട്ടൂന് ആനുവൽ എക്സാം ആണ്. ഈ ആനുവൽ എക്സാം എന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ ട്രിപ്പ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ തീർത്തും ഒരു ബിസിനസ് ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോകുന്നത്. നമുക്കിതല്ലാതെ വേറൊരു ടൈം ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പോയിട്ട് വായോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ദാ ഇറങ്ങി. നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് മുംബൈയിലേക്കാണ്. നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് കയറുന്നത്. നമ്മൾ അച്ഛനായിരുന്നു എയർപോർട്ടിൽ കൊണ്ടാക്കിയത്. അങ്ങനെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്നു. തീരെ തിരക്കില്ലാത്തൊരു എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട്. ഭയങ്കര കുറവ് ആളുകളേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഞങ്ങൾ നേരെ പോയി. ഇവിടെ ഒരു 1.5 മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ഒക്കെ കണ്ടു. സംഭവം ഈ ഒരു എയർപോർട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് കാണുന്നത് ഭയങ്കര രസമാണ് അല്ലെ? എത്ര ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്കത് കാണുമ്പോൾ ഒരു രസം തോന്നും. അങ്ങനെ ഞങ്ങളുടെ ടൈം ആയപ്പോൾ നമ്മൾക്ക് ഇതാ കയറിപ്പോയി. അങ്ങനെ ഫ്ലൈറ്റിൽ നമ്മൾ ടൈം ആയപ്പോൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളുടെ സീറ്റിംഗ് ഒക്കെ റെഡിയായി. ഞങ്ങൾ സെറ്റപ്പായിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുന്നു. വിൻഡോ സീറ്റ് അഗിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം നമുക്ക് ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ ഫുഡൊക്കെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയതുകൊണ്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് വാങ്ങിയില്ല, അല്ലാണ്ട് വേറെ ഒന്നല്ല കേട്ടോ. അങ്ങനെ നേരെ ഇതാ ഒരു 1.5 മണിക്കൂറിന് ശേഷം മുംബൈയിൽ നമ്മൾ ലാൻഡ് ചെയ്തു. അപ്പം അങ്ങനെ ഫുൾ ഫ്ലാറ്റുകളും അങ്ങനെ സംഭവമൊക്കെ കണ്ടു തുടങ്ങി. നിങ്ങള് ഒരു 3 മണിയോട് കൂടിയാണോ ഒക്കെ ലാൻഡ് ചെയ്തു. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഇൻഡിഗോയിലായിരുന്നു. അപ്പൊ ഇൻഡിഗോന്റെ ബസ് വന്നായിരുന്നു. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിലേക്ക് ഒരു ബസ്സിൽ വേണം പോവാൻ. അങ്ങനെ ബസ് വന്നു. എല്ലാവരും ബസ്സിലൊക്കെ കയറി. ഈ വണ്ടിയൊക്കെ നമ്മുടെയൊക്കെ ടാക്സിയും ഓട്ടോറിക്ഷയൊക്കെ നിർത്തിയിട്ട പോലെ കുറെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല തിരക്കായിരുന്നു മുംബൈ എയർപോർട്ട് കേട്ടോ. നമ്മൾ കണ്ണൂർ എയർപോർട്ടിലാണ് ഈച്ചയാട്ടിയിരിക്കുമ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല തിരക്ക്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു 10-15 മിനിറ്റോളം ബാഗേജിന് വെയിറ്റ് ചെയ്തിട്ട് അവസാനം ബാഗേജ് കിട്ടി. അപ്പോഴേക്കും അഗിയുടെ കോള് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഫീസിൽ നിന്ന് നല്ലോണം കോൾസ് ഉണ്ടായിരുന്നു. അത് അവന് ഒന്ന് സംസാരിക്കാൻ പോലും സമയമുണ്ടായിരുന്നു. നല്ല കോളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞങ്ങൾ കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. അപ്പൊ അവരവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ കാറിൽ കയറി. നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് ഹോട്ടലിൽ നിർത്താൻ പറഞ്ഞു. പക്ഷെ ആ ചേട്ടന് വേറെ എന്തൊക്കെയോ തിരക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളുടെ ആ ഒരു യാചന ആ ചേട്ടൻ അങ്ങനെ കേട്ടില്ല. നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഒരു 2 മണിക്കൂറോളം ഇതുണ്ട്, ട്രിപ്പ് ജേർണി ഉണ്ട് നമുക്ക് നമ്മുടെ ഇവിടേക്ക്, നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തേക്ക്. അതും നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നെ. അപ്പൊ നേരെ ആ ചേട്ടൻ അവിടെയാണ് നമ്മളെ കൊണ്ട് നിർത്തിയത്. നല്ല രാവിലെ ഒരു 8 മണിക്ക് കഴിച്ചിട്ട് പിന്നെ നമ്മളൊരു 3 മണി 4 മണി വരെ ഒന്നുമേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ മറ്റാള് നമ്മളെ അവിടെ കൊണ്ടാണ് ഇറക്കുന്നത്. പോണ വഴിക്ക് തന്നെ ടണൽ കണ്ടത് കേട്ടോ. ഈ ഒരു ഇതിൽ കൂടെ നമ്മൾ പോയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. മുംബൈയിലെ റോഡുകള്, പിന്നെ ചുറ്റും വലിയ വലിയ ഫ്ലാറ്റുകള് കണ്ടാൽ നല്ല രസം. അങ്ങനെ ഇതാ ഈ ഒരു സ്ഥലം പല മൂവീസിലുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് സെല്ലിനൊരു കാതലിൽ ഞാൻ ഈ സ്ഥലം കണ്ടിട്ടുണ്ട്. ജ്യോതികയും സൂര്യയും ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒഫീഷ്യൽ കാര്യത്തിനാണ് വരണതെന്ന്. ഒഫീഷ്യൽ അല്ല, ബിസിനസ് കാര്യങ്ങൾക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ അതിനോട് അടുത്തുള്ളൊരു സ്ഥലത്താണ് നമ്മൾ റൂം എടുത്തത്. അങ്ങനെ നേരെ ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്തിയപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡ് കഴിക്കാതെ ഒരടി അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്തി. ഞങ്ങൾ നേരെ ഞാൻ പാവുപ്പാജിയും ഒരു ലസ്സിയാണ് ഓർഡർ ചെയ്തത്. അഗി ചപ്പാത്തി പനീർ ബട്ടർ മസാലയും പറഞ്ഞ ഊത്തപ്പം. സോ ഞാൻ പറഞ്ഞു ഞാൻ ബോംബെയിലെത്തി കഴിഞ്ഞാൽ ഞാൻ ബോംബെ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ, നോർത്ത് ഇന്ത്യൻ ഫുഡ്. ഞാൻ പാവുഭാജി ഞാൻ മുന്നേ കഴിച്ചു, നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചു കേട്ടോ. പക്ഷെ അവിടുന്ന് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി അവിടുന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ലസ്സി സൂപ്പർ. ഞാൻ ലസ്സി അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ നമ്മളിതാ രാത്രി ഒന്ന് പുറത്തിറങ്ങി. ഇത് നമ്മൾ ആദ്യം കണ്ട ആ ഇതില്ലേ, അതിന്റെ ലൈറ്റ് ഇട്ടിട്ടുള്ള രൂപ കേട്ടോ. അടിപൊളിയായിരുന്നു. രാത്രി ആകുമ്പോൾ അവിടെ ഫുൾ ലൈറ്റ് ഇടും. അങ്ങനെ അത് നല്ല രസമാണ്. രാവിലെ കാണാനും രാത്രി കാണാൻ കുറച്ചുകൂടി രസമാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു മാർക്കറ്റ് ഉണ്ട്, ക്രോഫോർഡ് മാർക്കറ്റ്.
ആ മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ജ്വല്ലറീസ് ഒക്കെ അങ്ങനെ അവിടെ കണ്ടു. പിന്നെ ഇതാ ഞാൻ നേരത്തെ കണ്ട ആ സെൻട്രൽ സ്റ്റേഷനാണ്. അത് അടിപൊളിയായിട്ട് ലൈറ്റ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അന്ന് രാത്രി റോഡ് സൈഡിൽ നിന്ന് ഒരു വടാപ്പാവ് കഴിച്ചു. ഇതിൽ ആ നീല ചട്നി ഉണ്ടല്ലോ, അത് നല്ല കാന്താരിയാണ്. പിന്നെ റോഡ് സൈഡിൽ ഇതാ ലിവർ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഉണ്ടാക്കുന്നത് കുറച്ചു നേരം നോക്കി നിന്നു. വാങ്ങിയില്ല കേട്ടോ, കാരണം നമ്മൾ പാവൊക്കെ കഴിച്ച് ഭയങ്കര വയറ് ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് നോക്കിയിരുന്നു. ബാക്കി പിന്നപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ റൂമിലേക്ക് പോയി. നാളെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ബാക്കി നാളെ കാണാം.